ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വർഷയുടെ മുമ്പിൽ സച്ചി ഹീറോ ആകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വർഷ ഇങ്ങനെ സ്റ്റുഡിയോയിലോട്ട് പോകുമായിരിക്കും ഈ സ്കൂട്ടി ഓടിച്ചിട്ട്. അപ്പോൾ റോട്ടിൽ നമ്മുടെ റോഷൻ നിപ്പുണ്ടാവും. വർഷ കാണത്തില്ല. വർഷ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിരിക്കുമായിരിക്കും. അപ്പോൾ റോഷൻ വർഷയെ കാണുന്നതും വർഷയുടെ പുറകിൽ സ്പീഡിൽ കാർ ഓടിച്ച് പോകും. എന്നിട്ട് വർഷേനെ ഓവർടേക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് കയറും. ആക്സിഡൻ്റ് ആവാൻ പോകുന്ന പോലെ ഉണ്ടാവും. പക്ഷേ ജസ്റ്റ് മിസ്സായ ഒരു ടൈപ്പിൽ പോലെയാണ് അവരുടെ വണ്ടിയൊക്കെ നിൽക്കുന്നത്. വർഷ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി ഓടി കാറിന്റെ മുമ്പിലോട്ട് പോയിട്ട് അയാളെ ചീത്ത വിളിക്കുകയെ. അപ്പോഴേക്കും ഡോറ് തുറന്ന് വരുന്നത് നമ്മുടെ റോഷൻ. വർഷ റോഷനെ കാണുന്നതും ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ റോഷൻ പറയുന്നുണ്ട്, എന്താ വർഷയെ സുഖമല്ലേ? അപ്പോൾ വർഷ പറയുന്നു, എന്തിനാടാ ഇങ്ങനെയാണോ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിലോട്ടേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ റോഷൻ പറയുന്നുണ്ട്, ഞാൻ ഇടിച്ചില്ലല്ലോ, വേണമെങ്കിൽ എനിക്ക് നിന്നെ ഇടിച്ച് തെറിപ്പിക്കായിരുന്നു, നിനക്ക് സുഖമല്ലേ വർഷ എന്നൊക്കെ റോഷൻ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ചോദിക്കുവാണ്. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇടിച്ചു തെറിപ്പിക്കാം, പക്ഷെ നീ പേടിക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അന്ന് നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കാൻ പോയപ്പോഴേക്കും ഒരു പെണ്ണ് വന്ന് നിന്നെ രക്ഷിച്ചു. ആ സംഭവത്തിന് ശേഷം എൻ്റെ അച്ഛൻ എന്നെ നാട് കടത്തി. പിന്നെ ഞാൻ ഇപ്പോഴാ വരുന്നത്. വന്നപ്പോൾ തന്നെ ദേ നീ എൻ്റെ മുമ്പിലും. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് വേണ്ടത് ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോഴേക്കും റോഷൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത്, നിന്റെ സന്തോഷം, നീ വിഷമിക്കുന്നത് എനിക്ക് കാണണം. അല്ല, നീ നിന്റെ ഭർത്താവിനായിട്ട് വഴക്കിട്ടിട്ട് ഇപ്പം നീ നിന്റെ സ്വന്തം വീട്ടിലാണ് കഴിയുന്നതെന്നൊക്കെ കേട്ടല്ലോ. അപ്പോൾ വർഷ ചീത്ത പറയുന്നുണ്ട്, നിനക്കെന്താ എൻ്റെ വീട്ടുവിശേഷം അന്വേഷിക്കലാണോ നിന്റെ പണിയെന്ന് ചോദിക്കുമ്പോഴേക്കും റോഷൻ പറയും, അല്ലാതെ എനിക്കെന്ത് വേറെ പണി, എന്നെ കെട്ടിരുന്നെങ്കിൽ നിനക്കിപ്പോൾ രാജ്ഞിയായി കഴിയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, നിനക്ക് നിന്റെ സ്വന്തം വീട്ടിൽ നിൽക്കേണ്ട ഗതികേട് വന്നു. എന്നെ കണ്ട് പേടിച്ചിരുന്നവർ വരെ നീ കാരണം എന്നെ ഇപ്പം കളിയാക്കുക. ഒരാൾക്കും എന്നെ ഒരു വില പോലും ഇല്ല. ഒരു പെണ്ണ് നിന്നെ പറ്റിച്ച് പോയില്ലേടാന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുവാണ്. നീയാണ് എൻ്റെ വില കളഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വർഷയോട് ചൂടാകുകയാണ് റോഷൻ. നിന്നെ കെട്ടുന്നതിലും ഭേദന സിംഗിളായിട്ട് ജീവിക്കുന്നതായിരുന്നു നല്ലതെന്ന് വർഷയും പറയുന്നുണ്ട്. അപ്പോൾ റോഷൻ അതിനനുസരിച്ച് മറുപടിയും പറയുന്നുണ്ട്, നീ ഇപ്പോഴായാലും എൻ്റെ കൂടെ വാ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ വർഷ ചൂടാകുകയാണ് റോഷനോട്. റോഷനാണെങ്കിൽ അത് കാണുമ്പോൾ നല്ല ദേഷ്യവും കൂടിക്കൂടി വരുവാണ്. വർഷ റോഷനെ തള്ളി വണ്ടിയെടുത്ത് പോകാൻ പോകുമ്പോഴേക്കും റോഷൻ പറയുന്നുണ്ട്, നിനക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന് പറ, ഞാൻ നിന്നെ കൊണ്ടേയാക്കാന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, നീ ഒന്ന് പോയടാന്ന് പറഞ്ഞ് പോകുവാണ്. അപ്പോഴേക്കും റോഷൻ കൈ കയറി പിടിക്കും. വർഷയാണെങ്കിൽ റോഷന്റെ മുഖത്തിട്ടടിച്ച് പോകാൻ പോകുമ്പോഴേക്കും വർഷയുടെ കൈ പിടിച്ച് റോഷൻ നിർബന്ധിച്ച് ബലം പിടിച്ച് കാറി കയറ്റി കൊണ്ടുപോകാൻ പോവുകയാണ്. റോട്ടിലാണെങ്കിൽ ആരുമില്ല. അവർ രണ്ടുപേരും കൂടി റോട്ടിൽ പിടിച്ച് നല്ല തല്ലുപിടുത്തമാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചി കാറിൽ വരുന്നത്. സച്ചി നോക്കുമ്പോഴേക്കും വർഷയുടെ കൈ പിടിച്ച് റോഷൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. സച്ചി കാറിൽ നിന്നും ഓടി ഇറങ്ങി വന്നിട്ട് റോഷനെ പിടിച്ച് ഒറ്റ തള്ളു തള്ളി ഒറ്റ അടിയും കൊടുക്കുന്നുണ്ട് റോഷന്റെ മുഖത്തിട്ട്. നിനക്കൊന്നും പറ്റില്ലല്ലോ വർഷ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് വർഷയോട്. വർഷ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും റോഷൻ ദേഷ്യത്തിൽ വരുവാണ് സച്ചി അടിക്കാൻ വേണ്ടിയിട്ട്. ആരാടാ നീ എന്തിനാണ് എന്നെ തല്ലുന്നതെന്ന് പറഞ്ഞ് സച്ചിയുടെ നേരെ വരുമ്പോഴേക്കും പിന്നെ സച്ചിയും റോഷനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് റോട്ടിൽ കൂടി നടക്കുന്നത്. വർഷ ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. സച്ചി അവനെ തല്ലുന്നത് റോഷനെ. കാരണം റോഷന്റെ ശല്യം സഹിക്കാതെയാണ് വർഷ ഒരിടക്ക് പൊറുതിമുട്ടി നിന്നിരുന്നത്. പിന്നെ രേവതി മേത്ത് ഇഷ്ടികക്കല്ല് ആശ്രയിക്കാൻ വന്നപ്പോൾ ആ ഒരു ഫൈറ്റ് സീൻ കഴിഞ്ഞ പിന്നെയാണ് റോഷൻ സ്ഥലം വിട്ട് തന്നെ പോയത്. അതിനുശേഷം റോഷൻ ഇന്നാണ് വരുന്നത്. ഇന്ന് വീണ്ടും വർഷയെ ഉപദ്രവിക്കാൻ റോഷൻ വന്നപ്പോഴേക്കും രക്ഷിക്കാൻ വേണ്ടി സച്ചി മുമ്പിൽ വന്നിട്ടുണ്ട്. ഏതായാലും വർഷയുടെ മുമ്പിൽ സച്ചി നല്ല ഹീറോ ആയിട്ട് അങ്ങനെ നല്ലൊരു ഫൈറ്റ് സീൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടു റോട്ടിലൊരു പെണ്ണിന്റെ കൈ കയറി പിടിച്ച് എന്താടാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് സച്ചി റോഷനെ പിടിച്ച് നല്ല ഇടിയാണ്. അപ്പോൾ റോഷൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയോടാ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ ആരാണെന്നൊക്കെ, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ മുഖം. എന്നിട്ട് വർഷയോട് ചോദിക്കും, വർഷ ഇത് അവനല്ലേ പണ്ട് നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പോയപ്പോൾ രേവതി അടിച്ചോടിച്ചവൻ? അപ്പോൾ വർഷ പറയുന്നുണ്ട്, അവൻ തന്നെ. എടാ നിനക്ക് അന്ന് കിട്ടിയതൊന്നും മതിയായില്ലേന്ന് ചോദിച്ചിട്ട് സച്ചി വീണ്ടും അടിക്കുവാണ് റോഷനെ. ഇനി നീ ഈ പെണ്ണിനെ ശല്യം ചെയ്ത് നോക്കടാ, നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേന്ന് പറഞ്ഞ് കുറേ അടിക്കും. ലാസ്റ്റ് റോഷൻ അങ്ങനെ കാറി കയറി പോകുവാണ്. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, നിനക്കുള്ളത് ഞാൻ പിന്നെ തന്നോളാം, ഞാൻ പേടിച്ച് പോകാമെന്നൊന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞ് കാറിൽ പോകുവാണ് റോഷൻ. വർഷ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് ഇവർ തമ്മിൽ അടിപിടിക്കുന്നതൊക്കെ. എന്നിട്ട് റോഷൻ പോയി കഴിയുമ്പോഴേക്കും വർഷ എളുപ്പം സ്കൂട്ടർ എടുത്ത് ഓടാൻ നോക്കേ. കാരണം സച്ചിയോട് ദേഷ്യമാണല്ലോ വർഷക്ക്. ഇപ്പോൾ ആ ദേഷ്യം കുറച്ചൊക്കെ കുറഞ്ഞെങ്കിലും അത് കാണിക്കാൻ വർഷക്ക് സാധിക്കുന്നില്ല. വർഷ എളുപ്പം സ്കൂട്ടർ എടുത്ത് ഓടാൻ പോവാണ്. അപ്പോഴേക്കും സച്ചി പുറകെ വന്ന്, വർഷേ പോകലെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വണ്ടി പിടിച്ച് നിർത്തുവാണ്.
ഇവനെയല്ലേ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഭാഗ്യത്തിന് ശ്രീകാന്ത് കെട്ടി. ശ്രീകാന്തിനെ പോലുള്ളൊരു ചെക്കനെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം. നീ എന്താ ശ്രീകാന്ത് വിളിച്ചിട്ട് വീട്ടിലോട്ട് വരാത്തതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ വർഷം ഒന്നും മിണ്ടുന്നില്ല. വർഷം ഈ സച്ചി ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ സ്നേഹിച്ചൊളിച്ചോടി പോയി കല്യാണം കഴിച്ചവരല്ലേ, പിന്നെ ഇപ്പം എന്തു പറ്റി? അവൻ പാവം അവിടെ ഹോട്ടൽ മുറിയിൽ ഒരു കുഞ്ഞു മുറിയിലാണ് അവൻ കിടന്നുറങ്ങുന്നത്. നിങ്ങളുടെ സ്നേഹം എന്താ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും പോയോ? അവൻ്റെ സ്നേഹം എന്താ വർഷേ നീ കാണാത്തത്? ശരിയാ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. വർഷയുടെ അച്ഛനെ അടിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ വർഷയുടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നടന്നത് നടന്നു. പക്ഷെ ശ്രീകാന്തിനോട് എന്നോടുള്ള ദേഷ്യം ശ്രീകാന്തിനോട് തീർക്കല്ലേ എന്നാണ് സച്ചി പറയുന്നത്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ്റെ അച്ഛനാണ് എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ സച്ചിയേട്ടൻ കയറി അടിക്കുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് കഴിഞ്ഞത് കഴിഞ്ഞു. വർഷയുടെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ ചെയ്തു. ഇനി അത് വിട്. വർഷ എന്താണ് ഇങ്ങനെ ദേഷ്യം കാണിക്കല്ലേ? നിങ്ങൾ എത്ര നാളിങ്ങനെ പിരിഞ്ഞു നിൽക്കും? ശ്രീകാന്ത് വിളിക്കുമ്പോൾ വർഷ ശ്രീകാന്തിൻ്റെ കൂടെ വരണം വീട്ടിലോട്ട്. എന്നോട് എത്ര നാൾ വേണമെങ്കിലും ദേഷ്യം കാണിച്ചോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ. പക്ഷെ ശ്രീകാന്ത് ഒരു പാവ. അവനെ നീ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ? ഭയങ്കര വിഷമമുണ്ട് അവനെ. അവനാണെങ്കിൽ നീ ഇല്ലാതെ വീട്ടിലോട്ട് വരില്ല എന്നുള്ളൊരു ഒറ്റ വാശിയിലാണ് നിൽക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നിങ്ങളിങ്ങനെ എപ്പോഴും പിരിഞ്ഞോണ്ടിരിക്കുമോ? രേവതിയെ നോക്ക്. രേവതിയും ഞാനും തമ്മിൽ എന്തോരം പ്രശ്നങ്ങളുണ്ട്, എന്തോരം പ്രാവശ്യം വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ അവൾ ഇന്നേ വരെ എന്നെ വിട്ടു പോയിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായാലും വിട്ടുപോകരുത്, അപ്പോഴാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ സച്ചി വർഷയെ ഉപദേശിക്കുവാണ്. വെറുതെ രണ്ടുപേരിങ്ങനെ ദേഷ്യം കാണിച്ച് ജീവിതം നശിപ്പിച്ച് കളയല്ലേ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി എന്താന്ന് വെച്ചാൽ വർഷ തീരുമാനിച്ച് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. വീട്ടിലോട്ട് വരണം, ശ്രീകാന്തിനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞ് സച്ചി പോകുവാണ്. വർഷയ്ക്ക് ഏതായാലും സച്ചിയോടുള്ള ദേഷ്യം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം വർഷയെ ഉപദ്രവിക്കാൻ വന്ന റോഷനിൽ നിന്നും വർഷയെ രക്ഷിച്ചത് സച്ചിയാണല്ലോ. വർഷക്ക് അതിൽ സന്തോഷമുണ്ട്. സച്ചി അങ്ങനെ അന്തം വിട്ട് ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ തന്നെയാണ് വർഷ നോക്കുന്നത്. പക്ഷേ അപ്പോഴും വർഷയുടെ അച്ഛനെ അടിച്ചൊരു ദേഷ്യം മനസ്സിൽ നിന്നും പോകുന്നില്ല. വർഷം എന്നിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ വീട്ടിലോട്ട് പോകുവാണ്. വീട്ടിൽ പോയിട്ട് അച്ഛനെയൊക്കെ കുറേ ചീത്ത പറയുന്നുണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ആളില്ലേ, അയാൾ ഇന്ന് റോട്ടിൽ വന്ന് എന്തൊക്കെ പ്രശ്നമാണ് കാണിച്ചതെന്നൊക്കെ അറിയുമെന്ന് വർഷ അച്ഛനോടും അമ്മയോടും പറയുവാണ്. അപ്പം മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, ആര്? ആ റോഷനോ? ആ റോഷൻ ഇന്ന് വന്ന് എന്നെ റോട്ടിൽ കിടന്ന് എന്തൊക്കെയായിരുന്നു കാണിച്ചു. അപ്പോഴേക്കും ആ സച്ചിയേട്ടൻ വന്നു. സച്ചി വന്ന് എന്നെ രക്ഷിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അന്ന് എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പോയി, ഇന്ന് എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ പോയി. എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വർഷം ഒച്ചെടുക്കുവാണ്. അപ്പോൾ സച്ചിയാണ് രക്ഷിച്ചതെന്ന് അറിയുമ്പോഴേക്കും മധുസൂദനൻ്റെയും മഹിമയുടെയും മുഖമൊക്കെ മാറുവേ. അപ്പോൾ തന്നെ മധുസൂദനൻ പറയുന്നുണ്ട്, ചിലപ്പോൾ ആ സച്ചി പ്ലാൻ ചെയ്തായിരിക്കും അവനെ അവിടെ കൊണ്ടുവന്നത്, നിൻ്റെ മുമ്പിൽ വലിയൊരു ഹീറോ ആവാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ആ നടു റോട്ടിൽ അവൻ എങ്ങനെ കൃത്യമായിട്ട് ആ സച്ചി അവിടെ എത്തി? നീ ഇതൊന്നും വിശ്വസിക്കല്ലേ, ഇതൊക്കെ സച്ചിയുടെ ഒരു നാടകമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വർഷക്കറിയാലോ, ഇയാളെ നേരത്തെ ആസിഡ് ഒഴിച്ച് തന്നെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ രേവതിയാണ് രക്ഷിച്ചതെന്ന്. ഇത് സച്ചിയുടെ പ്ലാൻ അല്ല എന്ന് പറഞ്ഞ് വർഷ തർക്കിക്കുന്നുണ്ട്. എന്തായാലും വർഷ ഇനി ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് തിരിച്ച് വീട്ടിൽ തന്നെ പോകും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സച്ചിയോടുള്ള ദേഷ്യം കുറയാൻ റോഷൻ ഒരു കാരണമായിട്ടുണ്ട്. ഉടനെ തന്നെ ചെമ്പനീർ പൂവിൽ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ രേവതിയും സച്ചിയും കാരണം തന്നെ വർഷയും ശ്രീകാന്തും വീട്ടിലോട്ട് തിരിച്ച് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.